ഷുഹൈലട്ടാ, ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യണ അറിയോ? 10 കിലോന് മന്തി, അൽഫാം മന്തി. ഹോട്ടലിൽ എങ്ങനെ നമ്മൾ അൽഫാം മന്തി റൈസ് ഉണ്ടാക്കണം നോക്കാം. പക്ഷേ കുയിലല്ല, കുയിൻ്റെ രൂപത്തിൽ നമ്മളെങ്ങനെ അൽഫാമും മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചേട്ടാ. ഹോട്ടലിൽ അതേ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അപ്പം നോമ്പ് തുറക്ക് കൊടുക്കാനാണ് 10 കിലോ മന്തി. സർഫലും കോയ നിൽക്കുന്ന ആൾക്കാർ അത് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, കോഴിയുടെ ആളെ വെള്ളമൊക്കെ റെഡി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോഴി അങ്ങനെ കട്ട് ചെയ്യും. കോഴി കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തില്ലേ. പക്ഷേ പല ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെയല്ല, ഇങ്ങനെ നമ്മളതായ രീതിയിലാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുന്നത്. വേറെ ആളെ രീതി നമ്മൾ അനുകരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, എന്നാൽ വാ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാം. അതെ വാ, അൽഫാം കട്ട് ചെയ്യട്ടാ. അമർത്ത 2 കാലും പിടിച്ചാൽ കച്ച ഉണ്ടാവട്ടെ. കച്ചനെല്ലാം വൃത്തിയാക്കണം. ഇത് പൊട്ടിക്കുക. ഓക്കെ, പ്ലീസ് എല്ലിനൊന്ന് ഇറച്ചിയിൽ കീച്ചെടുക്കാം. പല ആൾക്കാരും പല വിധത്തിൽ അൽഫാം കട്ടയിലും, ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തത്, അത്രേ ഉള്ളൂ. ഓക്കെ, ചിക്കൻ എങ്ങനെ മാഗ്നേറ്റ് എടുക്കുക? മാഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ സുർക്കൻ്റെ വെള്ളത്തിൽ ഇട്ടിക്കുക. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക. മഞ്ഞപ്പൊടി, പച്ചോളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടാ, കല്ലുപ്പിട്ടാ, സുർക്ക എസൻസ് ഇട്ടാ, ഒരു മൂടി നല്ല ഇളക്കട്ടാ. ഇപ്പം കട്ട് ചെയ്തട്ടാ ഇതിടാം. ഓരോന്നായിട്ട് ഇതിക്കിടാം. 10 ചിക്കന് മസാല തേച്ച് മാഗ്നേറ്റ് ചെയ്ത് ചിക്കന് ഇത് 1.5 മണിക്കൂറോടെ കിടക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം മസാല ഊറ്റിയെടുക്കാണ് മസാല വെക്കും. അങ്ങനെ മസാല ഉണ്ടാക്കൽ നമ്മൾ കാണിച്ചു കേട്ടോ. മസാല ഉണ്ടാക്കുന്നത് 10 kg അൽഫാമിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചപ്പ്, പുതിന, തൈര്, പച്ചോള്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഈ അടങ്ങിയ സാധനമാണ് നമ്മൾ മസാല അടിച്ചത്. അപ്പോൾ നമ്മൾ മസാല അടിച്ചിട്ട് അടുത്ത സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. നമ്മൾ മസാല ഫുള്ള് റെഡി ആക്കിയിട്ട് അതാ പാത്രത്തിൽ കണ്ട് ഒഴിച്ചാൽ തൈര്. അപ്പോൾ അൽഫാമിലേക്കുള്ള മസാല തയ്യാറാക്കി. പലചരക്കിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ബ്ലാക്ക് സാൾട്ട്, ലെമൺ സാൾട്ട്, ചാറ്റ് മസാല, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ബ്ലാക്ക് പെപ്പർ, മാഗി ക്യൂബ്, ഗരം മസാല, ഇതെല്ലാം പാടെ ഇതിക്കിടാം. ഉപ്പിടാം. എല്ലാം കൂടിയിട്ടാണ് മസാല ഒക്കെ ഇടാം. ഒലിവ് ഓയിൽ നല്ലാണ്ട് മിക്സാക്കാം. അപ്പോൾ നമ്മൾ അൽഫാമിൻ്റെ മസാല ഇട്ടേ ഇനി മാഗ്നേറ്റ് ചെയ്ത ചിക്കനേക്ക് നമ്മൾ പരത്തിക്കാണ്ട് ചൂടാകുന്നുണ്ട്. ഓക്കെ, ചിക്കൻ മസാലയൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ചിക്കൻ അൽഫാമിൻ്റെ മസാലയായി. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാൻ തുടങ്ങും. അപ്പോൾ ഇത് ബാക്കിലിങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ മന്തി തയ്യാറാക്കട്ടെ. സിമ്പിളായിട്ട് മന്തി റെസിപ്പി അങ്ങനെ നമ്മൾ കാണിച്ചില്ല. സിമ്പിൾ. ഓക്കെ, അങ്ങനെ മസാല തേക്കൽ കഴിഞ്ഞു. ഇനി അൽഫാം ഗ്രില്ല് വെക്കാൻ പോകും. മന്തിക്കുള്ള ഉള്ളി കിട്ടും. അപ്പോൾ നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് എങ്ങനെ കാണിച്ചത്? കുറേ ആൾക്കാർ സംശയം ഉണ്ടാവും, ഈ ചാർക്കോൾ എങ്ങനെ കത്തിച്ചാണ്. ചിലർക്ക് ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ചാർക്കോൾ പരത്തും. അതിൻ്റെ മേലെ നമ്മൾ ചിരട്ട കത്തിച്ചിടും. അതിൻ്റെ മേലെ ചാർക്കോൾ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കത്തിപ്പിടിക്കും തീ. അത് എങ്ങനെ കാണിച്ചു തരാം. ചാർക്കോൾ ഇപ്പോൾ കിടന്ന് ചേട്ടോട്ടോ ഇതൊക്കെ അതിന് മേലെ കേട്ടോ. കൊടുക്കട്ടോ. കോയത് അൽഫാം ഉണ്ടാ, അൽഫാം വെച്ചു മോനെ. 10 കിലോ മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടാ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചോ. 100 അൺസാൾട്ട് ബട്ടർ ഇട്ടാ. ബട്ടർ ആയാൽ പച്ചമുളക് പൊട്ടിയാൽ ഉള്ളി കേട്ടോ. കോയൻ്റെ ഐഡിയ വെക്കാം. കാറ്റ് വന്നിട്ട് കോയ കാട്ടാൻ പണിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പോയത്? എന്താ ഗോളി കീപ്പർ കണ്ടാ. അടുത്ത് തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് കേട്ടോ. പട്ട, പൂവ്, ഏലക്കായ്, ഉണക്കനാരങ്ങ.
വെള്ളം. ഈ പാട്ടയ്ക്ക് 7 ജഗ് അരിന് ആ 12 ജഗ് വെള്ളം വെച്ചിട്ടാ ഒരു 2 മണിക്കൂർ കുതിർത്തി വെക്കണം. അപ്പോൾ ആ സോഫ്റ്റ് കിട്ടുള്ളൂ ഇതിന് അരിക്കിട്ടാ. അരി വെള്ളം പാർന്നതിന് ശേഷം ഈ സാധനം ഇടാൻ പാടുള്ളൂ കേട്ടോ. ചെറിയ ജീരകം നമ്മളുണ്ട്, വലിയ ജീരകം, തേക്കട്ട, മല്ലി, ചെറിയ ജീരകം. ചെറിയ ജീരകം ആദ്യം തന്നെ ഇട്ടാൽ മന്തിൻ്റെ അരി കറുത്ത് വരും. ഒരു 5 മിനിറ്റ് മൂടൊക്കെ വെച്ച് കൊടുത്താൽ തിളക്കട്ടെ വെള്ളം. അത് നല്ല തളയിട്ട് തിളക്കണക്കളാ. ഉപ്പിട്ട് കൊടുക്കട്ടെ പാകത്തിന്, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഉപ്പിന് അളവൊന്നുമില്ല. എല്ലാം തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അരി ഇടാം. വെള്ളം നല്ല തിളച്ച് നമ്മൾ അരി ഇടാം കേട്ടോ. 5 മിനിറ്റ് മൂടിയാൽ സംഗതി ക്ലിയർ ആവട്ടെ. അവിടെ നോട്ടെ പോയ ഉണ്ടാകുന്ന അൽവാണ്ട കറക്റ്റ് അൽഫാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടാ. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ എടുത്ത് ബാക്കി 1 2 3 4 2,500 നോക്കട്ടെ. തിളച്ച് മറിയുണ്ട്. നല്ല അരി വെള്ളം വെച്ച് കൊടുക്കാം. ഈ കുഴിമന്തി ആണെങ്കിൽ എന്ത് ചെയ്യില്ല അറിയോ? ഇപ്പം നമ്മൾ 1.5 പാട്ട വെച്ചിട്ടുണ്ട്, ഒരു 1.10 1.20 പാട്ട വെച്ചു. വറ്റി വരുന്നുണ്ട് കേട്ടോ. നല്ല വറ്റിക്കോട്ടെ. പിന്നെ അടിയിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചെറിയ രൂപത്തിൽ കണ്ടിട്ട് കേട്ടോ. അടി നന്നാക്കി കൊടുക്കും. അവസാനം മിക്സിങ് കേട്ടോ. അടുത്തടുത്ത് ഗ്യാസ് ഓഫ് ആക്കട്ടോ. നല്ല ചൂടാണ്. മന്തിന് ചെറിയൊരു പരിപാടി വേണ്ട കേട്ടോ. നമ്മൾ ഈ അടുപ്പിലേക്ക് മാറ്റി ഗ്യാസ്. ഇത് നല്ല അടിക്ക് പാത്രം വെക്കുക. നമ്മളെ ചാർക്കോൾ കേട്ടോ. പോയ അൽഫാമിൻ്റെ ചാർക്കോൾ എടുക്കുക. സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. അതാ നോക്കിട്ടാ വേണ്ടിയിട്ടാ. ഇതാ ഒന്നും പാട് മൂടാം. മൂടിയെടുത്തോ അത് പോണേ. മൂടി ഇതൊന്നാണ്ട് അകറ്റാണ് മൂടാം. നല്ലൊരു കല്ല് അതിന് മേലെ വെക്കട്ടാ. ഇപ്പം ഏകദേശം എത്രാമത്തെ അൽഫാം വേണ്ടി പോയാൽ 6 ഇനി എത്ര ഉണ്ട്? 2 3 4 പാടുണ്ടല്ലേ? കുട്ടിച്ച് നോക്കട്ടാ. ഇങ്ങോട്ട് അതേമാതിരി ഞാൻ എടുക്കാം. വേണ്ടി മന്തി സിമ്പിളായിട്ട് ടേസ്റ്റോട് കൂടി ഒരു അരി പൊട്ടാതെ നമ്മൾ കട്ട് ചെയ്ത നമുക്ക് ഇല്ലാണ്ടേ സത്യത്തിലാണ്ട് ചെയ്യട്ടോ. ക്ലോസ് ചെയ്യാണ്. കൊണ്ടുപോകാനുള്ള പരിപാടി റെഡിയാക്കാം. നോമ്പ് തുറക്കാനുള്ള കേട്ടോ. നോമ്പ് തുറക്കാനുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.